തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർ മടക്കിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ച വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നു. തിരുവനന്തപുരത്ത് വിനോദ്, പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം. ഏതാണ്ട് 1200ഓളം പുതിയ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തരത്തിലേക്കായിരുന്നു അതിൻ്റെ ഒരു നീക്കമൊക്കെ നടന്ന് പ്രത്യേക കമ്മീഷനെയൊക്കെ നിയമിച്ചിരുന്നാൽ ആ ഓർഡിനൻസ് ഇപ്പോൾ ഗവർണർ മടക്കിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ഉമേഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രത്യേക മന്ത്രിസഭാ യോഗം, വേറെ ഒരു അജണ്ടയും ഇല്ലാതെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത് വാർഡിൽ എല്ലാ പ്രദേശ വാർഡുകളിലും ഓരോ വാർഡുകൾ വീതം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തുകൊണ്ടുള്ള ഓർഡിനൻസ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. പക്ഷേ ഈ ഓർഡിനൻസ് നമുക്കറിയാം ഗവർണർ ഒപ്പിടേണ്ടതുണ്ട്. പക്ഷേ ഗവർണർ ഇപ്പോൾ രാജ്ഭവൻ ഇപ്പോൾ ഈ ഫയൽ മടക്കിയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അത് ജൂൺ 4 വരെ വോട്ടെണ്ണുന്ന ദിവസം വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ ഓർഡിനൻസ് ഒപ്പിടാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്. ഗവർണർ പറയുന്നതിനും കാര്യമുണ്ട്. കാരണം ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സർക്കാർ മറ്റൊരു കാര്യങ്ങളിലും ഒരു തീരുമാനം എടുത്തിരുന്നില്ല. മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുത്തിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നയപരമായ തീരുമാനം ഉൾക്കൊള്ളുന്ന ഈ വിഷയത്തിൽ ഈ ഓർഡിനൻസിൽ ഒപ്പിടാൻ കഴിയില്ല എന്നുള്ള സാങ്കേതികപരമായ പ്രശ്നം തന്നെയാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഓർഡിനൻസ് മടക്കിയതിനാൽ ഇനി നിയമസഭാ സമ്മേളനം ചേരുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും പ്രശ്നം വരും. സർക്കാർ എന്തായാലും വെട്ടിലായി എന്ന് വേണം പറയാൻ. ഇക്കാര്യത്തിൽ ഇനിയും സർക്കാർ അടുത്ത നീക്കം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ ഓർഡിനൻസ് പാസാക്കി രാജ്ഭവന് നൽകുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള ഇനിയുള്ള പുതിയ വഴി എന്ന് പറയുന്നത്. ഉമേഷ്, വിനോദ, സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ മറ്റോ എന്തെങ്കിലും പരസ്യമായ പ്രതികരണങ്ങൾ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഗവർണർ ഓർഡിനൻസ് മടക്കിയതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒരു പ്രതികരണം നൽകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ വിഷയം സർക്കാരിന് മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നിയമസഭയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ P. രാജീവ്, അദ്ദേഹമാണ് പാർലമെന്ററി കാര്യ മന്ത്രി, അതുകൊണ്ട് P. രാജീവ് അടക്കമുള്ള നിയമകാര്യമന്ത്രി അദ്ദേഹം കൂടിയാണ്. അതുകൊണ്ട് P. രാജീവോ മുഖ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ഈ ഓർഡിനൻസ് ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. MK വിനോദാണ് തിരുവനന്തപുരത്ത് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന്റെ ഓർഡിനൻസിന് തൽക്കാലം അംഗീകാരമില്ല. ഗവർണർ അത് മടക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി. വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് വീണ്ടും ഈ ഓർഡിനൻസുമായി എത്താനാണ് സർക്കാർ നീക്കം. ആ കാര്യത്തിൽ എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകൾ പ്രതീക്ഷിക്കേണ്ടി